യേശുകർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മിഖാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യം അവസാന ഭാഗം. ഞാൻ ഇരുട്ടത്ത് ഇരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. പ്രവാചകൻ പ്രവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടു. എന്നാൽ ദേശനിവാസികളെല്ലാം ദൈവത്തിന് വിരുദ്ധമായി ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടം. സാക്ഷാൽ വെളിച്ചമായിരിക്കുന്ന ദൈവത്തിൽ നിന്ന് അകന്ന് ഇരുട്ടിനാൽ പിടിക്കപ്പെട്ട് കിടക്കുന്ന ജനത്തിൻ്റെ നടുവിൽ പ്രവാചകൻ പാർക്കുമ്പോഴും പ്രവാചകൻ വെളിപ്പെടുത്തുകയാണ്, ഞാൻ ഇരുട്ടത്ത് ഇരുന്നാലും. അപ്പോൾ ഇരുട്ടിൻ്റെ ഒരവസ്ഥയിലൂടെ പ്രവാചകൻ കടന്നു പോകുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. അന്ധകാരം കൊണ്ട് മൂടപ്പെട്ട ലോകത്തിൽ പാർക്കുമ്പോൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു വെളിച്ചമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇരുട്ടിൻ്റെ നടുവിലും വെളിച്ചമായി വിളങ്ങി ശോഭിക്കുവാൻ ആ വ്യക്തിക്ക് കഴിയും എന്നുള്ളതാണ്. ഇരുട്ടിൻ്റെ നടുവിലും വെളിച്ചമായി നിൽക്കുന്ന, വെളിച്ചമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ സാന്നിധ്യം. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം വെളിപ്പെടുത്തി, കർത്താവ് തന്നെ വെളിപ്പെടുത്തി, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ ലോകത്തിൻ്റെ വെളിച്ചമായി വെളിപ്പെട്ട കർത്താവ് ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിലും വെളിച്ചമായി നിലനിൽക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നാം ഇരുട്ടിനുള്ളവരല്ല. ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട്, ഇരുട്ടിനെ കീഴടക്കിക്കൊണ്ട് വെളിച്ചമായി വിളങ്ങി ശോഭിപ്പാൻ, വെളിച്ചത്തിനുള്ളവരായി നിലനിൽപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കും. കാരണം ഇരുട്ടിൻ്റെ നടുവിലും വെളിച്ചമായി കൂടെയിരിക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആ വെളിച്ചം കെട്ടുപോകാതെ അന്ത്യത്തോളം നിലനിൽക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.